ഹലോ, തമ്മിൽ കണ്ടതുപോലെ തന്നെ നമുക്കിന്ന് നോർമൽ വെറൈറ്റിയും പ്രീമിയം വെറൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം കേട്ടോ. പലർക്കും ഇപ്പോഴും സംശയമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ കളറിൻ്റെയും ഇങ്ങനെയുള്ള വ്യത്യാസം നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് നോക്കാം കേട്ടോ. ഇത് രണ്ടും റെഡാണ്. ഇതേ നോക്കൂ, ഇത് നമുക്ക് നേരെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കളറിൽ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. രണ്ടും ഒരേ കളർ റെഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിപ്പം നമ്മൾ ആക്ച്വലി പ്രീമിയം വെറൈറ്റിയും നോർമൽ വെറൈറ്റിയും അത് രണ്ടുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ നോർമൽ റെഡ്, ആ വൈറ്റ് കയറി വരുന്നത് പ്രീമിയം റെഡ്, അങ്ങനെയാണ് കേട്ടോ. ഇതുവരെ നമ്മൾ ഈ പ്രീമിയം റെഡ് എന്ന് പറഞ്ഞത് നാഗാലാൻഡ് റെഡ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പക്ഷേ നമ്മൾ എല്ലാ വെറൈറ്റീസും ഒന്നും നാഗാലാൻഡിൽ നിന്നൊന്നും കിട്ടിയതൊന്നും അല്ല. പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്ത് കേരളത്തിൽ എത്തിയതാണ് കേട്ടോ പലരുടെയും കയ്യിൽ. അപ്പോൾ നമുക്ക് ആ പേരങ്ങ് മാറ്റി പിടിക്കാം. എന്നിട്ട് നമുക്ക് നോർമൽ വെറൈറ്റിയും പ്രീമിയം വെറൈറ്റിയും അങ്ങനെ ആക്കാം കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ, ഞാൻ ആ ചെടികളുടെ വ്യത്യാസവും പൂക്കളുടെ വ്യത്യാസവും ഒന്ന് കാണിച്ചു തരാം. ഇത് റെഡ് തന്നെയാണ്, രണ്ട് റെഡാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് നിലവിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വന്നിട്ട് നോർമൽ റെഡ്. ഇത് നമ്മുടെയൊക്കെ കയ്യിൽ ആദ്യം മുതലേ നമുക്ക് കയ്യിലുണ്ടായിരുന്ന ഒരു റെഡാണ്. ഇത് വന്നിട്ട് ഇതേ കണ്ടോ, ലീഫിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ തൂങ്ങിയാണ് കേട്ടോ ഈ പൂക്കൾ കിടക്കുന്നത്. ഇതേ കണ്ടോ, നിവർന്നത് നിൽക്കില്ല. അത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പൊസിഷൻ വന്നിട്ട്. ലീഫൊക്കെ വന്നിട്ടായാലും നല്ല വലിപ്പമുള്ള ലീഫാണ് കേട്ടോ ഇതിന്. ശരിക്കും നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു ടൈപ്പാണ് ഈ ചെടി എന്ന് പറയുന്നത്. പിടിച്ച് കിട്ടാനൊന്നും വലിയ പാടൊന്നുമില്ല, ചുമ്മാ നമ്മളിട്ടാലും അത് പിടിച്ച് കിട്ടിക്കോളും കേട്ടോ. ഇതിൻ്റെ ബ്രാഞ്ചസിൽ നിന്ന് തന്നെ നമുക്ക് വേരൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തണ്ടിയിൽ നിന്ന് തന്നെ വേരൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് കട്ട് ചെയ്ത് വെച്ചാലും തന്നെ നമുക്ക് പിടിക്കും. വെള്ളത്തിലിട്ട് വെച്ചാലും ഇത് പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇതിൻ്റെ ലീഫ് കണ്ടോ, ഒരു ഗ്രീൻ എന്ന് പറയാനൊക്കില്ല, ഒരു ബ്രൗണിഷ് പോലെയൊക്കെ വരുന്ന ഒരു ഗ്രീൻ എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല വലിപ്പമുള്ള ലീഫാണ് ഇതിൻ്റെ. പൂക്കൾ വന്നിട്ട് ഇതേ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തും ഒരു വൈറ്റ് അല്ലി പോലെ വരും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ തണുത്ത ക്ലൈമറ്റിൽ എല്ലാ പൂക്കൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ അതൊരു വെറൈറ്റി ആയിട്ടൊന്നും കണക്കാക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് എല്ലാ മൾട്ടിപെറ്റൽ ബേർഡ്സിൻ്റെയും അകത്ത് ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ അങ്ങനെ വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ ആ നോർമൽ വെറൈറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് നമ്മുടെ പ്രീമിയം വെറൈറ്റി. ഇതിപ്പോൾ ഇറങ്ങിയിട്ട് ഒരു 1-2 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഇത് ഒത്തിരി അങ്ങ് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് വിട്ടു കൊടുത്താൽ ഒരു ബുഷി ടൈപ്പായിട്ടൊക്കെ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. പക്ഷേ മറ്റതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ട് പൂക്കാറുണ്ട്. നമുക്ക് ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നിറയെ നന്നായിട്ട് പെറ്റലൊക്കെ വിരിഞ്ഞ് വിടർന്ന് നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കൾ ലീഫിൻ്റെ മുകളിലേക്ക് നല്ല റോസാപ്പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ. നല്ല വലിപ്പമുള്ള പൂക്കളാണ്. നിറയെ നമുക്കിപ്പോൾ ഈ പൂക്കൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് പൂക്കളില്ലാത്തത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ ഒത്തിരി ഇടാത്തത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരുപാട് പൂക്കളൊക്കെ വീഡിയോ ഇടാത്തത് എന്താണെന്ന്. നമുക്ക് സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഫ്ലവറിങ് സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് കാര്യം. പിന്നെ അപ്പോൾ ഇതാണ് കേട്ടോ ആ പ്രീമിയം വെറൈറ്റി. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, എല്ലാത്തിൻ്റെയും റേറ്റ് പറയുമെന്ന് ചോദിച്ചിട്ട്. നമ്മൾ ബൾക്കായിട്ട് ഇങ്ങനെ പ്ലാന്റുകൾ എടുത്ത് വെക്കുമ്പോൾ റേറ്റ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ 25 പ്ലാന്റ് എടുത്ത് വെച്ചിട്ട് 25ൻ്റെയും റേറ്റ് പറയാത്തത് പലതിനും പല റേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് ഒത്തിരി ലെങ്തായി പോവും. പക്ഷേ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം. ഈ പ്രീമിയം വെറൈറ്റിക്ക് നമ്മുടെ അടുത്ത് റേറ്റ് വരുന്നത് 80 രൂപയാണ് ഒരു പ്ലാന്റിന്. നോർമൽ വെറൈറ്റിക്ക് വരുന്നത് 60 രൂപയാണ് കേട്ടോ. ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റാണ്. അങ്ങനെയാണ് റേറ്റ് വരുന്നത്. നമുക്ക് ഓരോ ദിവസം ഓരോ കളറായിട്ട് പരിചയപ്പെടാം കേട്ടോ. ഓറഞ്ചിനൊക്കെ ആണെങ്കിൽ 5ഉം 6ഉം ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിചയപ്പെടാവേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നേ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ കമൻറ്റിലൊക്കെ ഇടുക. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇതിലെ നമ്പർ, നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് കേട്ടോ, കോൾ ചെയ്യരുതേ. എല്ലാവരും ഒന്ന് വാട്സപ്പ് ചെയ്യൂ കേട്ടോ.